അയ്യപ്പന്റെ സ്വർണം മുതൽ വിദേശിയുടെ ഷഡ്ഡി വരെ അടിച്ചു മാറ്റിയ പലവിധ കേസുകളിലായി ഏറിയ പങ്കും സഖാക്കൾ അകത്തായതോടുകൂടി നമ്മൾ ജയിലിലെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന് ഉത്തരവിലുണ്ട്. ഈ അന്തസ്സ് നമ്മളെ തൊഴിലുറപ്പുകാരുടെയും ആശാവർക്കർമാരുടെയും കാര്യത്തിൽ ഇല്ലട്ട. അവർക്ക് കൂലി വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഖജനാവിൽ പൈസയില്ല. പണ്ട് പ്രവാസത്തിലേക്ക് വന്ന സമയത്ത് ഒരു സഖാവായി വല്ല പേടിപ്പിക്കലോ പീഡിപ്പിക്കലോ ഒക്കെ നടത്തി നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അവിടെ അക്കോമഡേഷൻ ഫ്രീ, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ്, മാസത്തിൽ 2 പരോള്, പണിയെടുക്കണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, തിന്നാ ഉറങ്ങ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തമ്പ്രാൻ നീണാൽ വാഴട്ടെ എന്നൊരു മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം മതി. പിന്നെ ഇതൊക്കെ ചെയ്തു വെച്ചത് ഏതാനും മാസത്തിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തോടു കൂടി തമ്പ്രാനും മക്കളടക്കം അങ്ങേക്ക് വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ശമ്പള വർധന എന്ന് ചില അസൂയാലുക്കൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ശരിയല്ലട്ടാ.